ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു കോളർ കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ. ഫ്ലാറ്റ് കോളറാണ് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ 2.5 മീറ്റർ കോട്ടന്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലൈനിങ് വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ മെഷർമെന്റ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ 2 മീറ്റർ ആണ് ലൈനിങ് എടുത്തിട്ടുള്ളത്. കോട്ടന്റെ ലൈനിങ് ആണ്. അപ്പൊ ഞാൻ സ്ലീവിന് ലൈനിങ് കൊടുക്കാറില്ല. അപ്പൊ അതുകൊണ്ടാണ് 2 മീറ്റർ എടുത്തത്. അപ്പൊ നിങ്ങള് സ്ലീവിന് ലൈനിങ് കൊടുക്കണവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 2.5 മീറ്റർ ക്ലോത്ത് എടുക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെ ഞാനിവിടെ 4 ആക്കിയിട്ട് ക്ലോത്ത് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതില് മെഷർമെന്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫോൾഡിങ് കാണിക്കാത്തത് മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലോത്ത് ഫോൾഡ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് അയൺ ചെയ്തിട്ട് എടുക്കാം ക്ലോത്ത്. പിന്നെ നമുക്ക് ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് ഇതിൽ ഫുൾ ലെങ്ത് ആണ്. അപ്പോൾ ഇതിൽ ഞാനിവിടെ ഫുൾ ലെങ്ത് 41 ഇഞ്ചാണ് എടുക്കുന്നത്. ടോപ്പിന്റെ ഫുൾ ലെങ്ത് 47 ഇഞ്ചാണുള്ളത്. അപ്പൊ ലൈനിങ്ങില് ഇതിന്റെ ലെങ്ത് ഇത്ര വരും. അപ്പൊ ഈ ഫുൾ ലെങ്ത് ഞാനിവിടെ എടുക്കുന്നുണ്ട് കേട്ടോ, 41. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം. അപ്പൊ എനിക്ക് ഷോൾഡർ വരുന്നത് 7.5 ഇഞ്ചാണ്. പക്ഷെ നമ്മൾ കോളർ ചെയ്യണ കാരണം നമ്മൾ എന്ത് ചെയ്യണം, 1 ഇഞ്ച് കൂട്ടി കൊടുക്കണം. അപ്പൊ ഞാനിവിടെ 7.5 ഇഞ്ചുള്ളത് ഞാനിവിടെ 8.5 ഇഞ്ചായിട്ട് എടുക്കണുണ്ട്. അപ്പൊ നമ്മൾ കോളർ ചെയ്യുമ്പോൾ എപ്പോഴും 1 ഇഞ്ച് കൂട്ടി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് നേരെ താഴേക്ക് നമുക്ക് ആം ഹോള് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചാണ് ആം ഹോള് കൊടുക്കുന്നത്. അപ്പൊ നോർമലി നമുക്ക് വേണ്ട ഷോൾഡർ 7.5 ഇഞ്ചാണ്. അതിൽക്കൂടെ നമ്മൾ 1 ഇഞ്ച് കോളർ ചെയ്യണ കാരണം നമ്മൾ കൂട്ടി കൊടുക്കും. അതിന് ശേഷം ആം ഹോള് നമ്മൾ അതിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ട് 8 ഇഞ്ചില് നമ്മൾ ആം ഹോള് മാർക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ചെസ്റ്റ് വേണ്ടത്, ചെസ്റ്റ് ഉള്ളത് 38 ആണ്. 38ന്റെ കൂടെ 2 ഇഞ്ച് ലൂസ് അലവൻസ് കൂട്ടിയിട്ട് അതിനെ 4 ആക്കുമ്പോൾ നമുക്ക് 10 ഇഞ്ച് കിട്ടും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ കൂടെ ഒരു 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടുന്ന് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ആം ഹോള് കർവ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് ആണ് വേണ്ടത്. വേസ്റ്റ് ലെങ്ത് ഞാനിവിടെ 14.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ വിഡ്ത്ത് വരുന്നത് 9 ഇഞ്ചാണ്. 9 ഇഞ്ച് മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. ഇനി നേരെ മേലെന്ന് താഴേക്ക് നമുക്ക് ഹിപ്പാണ് മാർക്ക് ചെയ്യേണ്ടത്. സ്ലിറ്റിന്റെ ലെങ്ത് എത്രയാണോ കൊടുക്കുന്നത് വെച്ചാൽ ആ ഒരു ലെങ്ത് കൊടുക്കുക. ഞാനിവിടെ 20 ആണ് കൊടുത്തിട്ടുള്ളത്. അവിടുത്തെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ അവിടെ 10 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. അപ്പൊ 10 ഇഞ്ചിന്റെ കൂടെ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച്, മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ 1 ഇഞ്ചാണ് നമുക്ക് വേണ്ടത് മടക്കി തയ്ക്കാൻ. ആദ്യമായിട്ട് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ 1/4 ഇഞ്ച് അധികം ഇട്ടിട്ട് 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് താഴത്തെ വിഡ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പൊ ഞാൻ താഴെ മുകളത്തിനേക്കാളും ഞാനൊരു 1 ഇഞ്ച് ഞാൻ അധികം കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ 13 ഇഞ്ചാണ് താഴത്തെ വീതി കൊടുക്കണത് കേട്ടോ. നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇവിടുന്ന് ഈ ഒരു പോയിന്റ് എടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടല്ല മാർക്ക് ചെയ്തിട്ടുള്ളത്. എനിക്കവിടെ ക്ലോത്ത് കൂടുതൽ വീതി കൂടുതൽ വേണ്ട കാരണമാണ് ഞാൻ അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. നെക്കിന്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യണം. നെക്കിന്റെ വിഡ്ത്ത് ഞാൻ 3.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. നോർമലി നമ്മൾ എത്രയാണോ നെക്ക് കൊടുക്കാറ് ആ ഒരു നെക്ക് തന്നെ നമുക്ക് കൊടുക്കാം. പിന്നെ എന്താ പറയാ, അധികം 3 ഇഞ്ചിലും 3.25 ഇഞ്ചിലും കൂടുതൽ നെക്കിന്റെ വീതി കൊടുക്കണ്ട. ലെങ്ത് ഞാനിവിടെ 4 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ.
4 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് നെക്ക് 4 ഇഞ്ച്. ഇനി താഴത്തേക്ക് ഞാനൊരു 2.5 ഇഞ്ചിലൊരു വി ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ 2.5 ഇഞ്ചിലൊരു വി ഷേപ്പ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. സാധാ യു പിന്നെ ഇങ്ങനെ വി ഷേപ്പ് കേട്ടോ. ബാക്ക് നെക്കിന്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ 1/2 ഇഞ്ചാണ് ബാക്ക് നെക്കിന്റെ ലെങ്ത് കൊടുക്കുന്നത്. കോളറായ കാരണം നമ്മൾ 1/2 ഇഞ്ചാണ് ബാക്ക് നെക്ക് കൊടുക്കുക കേട്ടോ. ഇനി അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് നമ്മൾ എന്താക്കും, ഷോൾഡർ സ്ലോപ്പ് ചെയ്യും. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോളർ കുർത്തിയുടെ മാർക്കിങ്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇവിടെ ഫ്രണ്ടിലത്തെ ആം ഹോള് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കുഴിച്ച് വരക്കാനായിട്ട് കേട്ടോ. ഫ്രണ്ട് ആം ഹോള് ഫ്രണ്ട് പാർട്ടാന്നുള്ളത് ഇവിടെ വേറെ എഴുതി വെക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ഒന്ന് കട്ട് ചെയ്ത് ബാക്ക് ആം ഹോള് കട്ട് ചെയ്ത് നേരെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഷേപ്പിൽ കൂടെ കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇവിടെ ബാക്ക് നെക്കാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് നെക്ക് കട്ട് ചെയ്തു. ഇനി നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് ആം ഹോൾ അല്ല കേട്ടോ കട്ട് ചെയ്യണത്, നമ്മൾ ബാക്ക് ആം ഹോളാണ്. കട്ട് ചെയ്തിട്ട് അപ്പൊ നമ്മൾ ഈ ഷേപ്പ് കട്ട് ചെയ്യല് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുക. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോള് കട്ട് ചെയ്യണം. ഞാനിവിടെ ഫ്രണ്ട് ആം ഹോള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫ്രണ്ട് ആം ഹോള് നമ്മൾ ബോഡി പാർട്ടിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്മള് സ്ലീവിന്റെ ഭാഗത്ത് നമ്മളത് കട്ട് ചെയ്തെടുക്കണം. മെയിൻ ക്ലോത്തില് എന്റെ ഫുൾ ലെങ്ത് വരുന്നത് 47 ഇഞ്ചാണ് കേട്ടോ. 7 ഇഞ്ച് 47 ഇഞ്ച് മറ്റേ ലൈനിങ്ങിൽ കുറവായ കാരണമാണ് ഞാൻ അതിലുള്ള 41 ഇഞ്ച് മാർക്ക് ചെയ്തത്. അപ്പൊ മെയിൻ ക്ലോത്തിനേക്കാളും 1 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ലൈനിങ് കട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ബാക്കിയുള്ള മെഷർമെന്റ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലൈനിങ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ബോഡി പാർട്ടിന്റെ മെഷർമെന്റ്സ് ഒക്കെ നമുക്ക് ഫുൾ ലെങ്ത് മാത്രമാണ് നമുക്ക് കൂട്ടി കൊടുക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഇതേപോലെ കറക്റ്റ് ലൈനിങ് ഇതേപോലെ കറക്റ്റ് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് മാർക്ക് ചെയ്യണമെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്യാം. ആണ് കട്ട് ചെയ്യണത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്തു. നമ്മൾ ബാക്ക് ആം ഹോളിൽ കൂടെയാണ് കേട്ടോ നമ്മൾ കട്ടിങ്. ബാക്ക് ആം ഹോള് കട്ട് ചെയ്തു. അതിന് ശേഷം നമ്മൾ ബോഡി ഷേപ്പ് കട്ട് ചെയ്യും. നമുക്ക് ഇതിന്റെ താഴ്ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്ത പോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഫ്രണ്ട് ആം ഹോളും കട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീവ്
എത്രയാണ് വേണ്ടത് എന്നുള്ളത് നോക്കണം. അപ്പൊ ഇതാ നമ്മളിവിടെ ടാപ്പ് വെച്ചിട്ട് അളക്കുക. അപ്പൊ നമുക്ക് 8 ഇഞ്ചാണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ ആ 8 ഇഞ്ചിന്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്ലീവ് കട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇനി ഈ പീസിന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. അതേപോലെ ഞാനിവിടെ 2 ക്ലോത്ത് ഉണ്ട്, അതിന് 4 ആക്കിയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ഫുൾ ലെങ്ത് വേണ്ടത് വെച്ചാല് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യാം. നമുക്ക് തികയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്ത് ഒരു പീസ് ജോയിൻ ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ക്ലോത്തില് ബോഡി പാർട്ടിന്റെ ഇതിൽ ആം ഹോൾ മെഷർ ചെയ്തപ്പോ നമുക്ക് കിട്ടിയത് 8 ഇഞ്ചാണ്. 8 ഇഞ്ചിന്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ 8.5 ഇഞ്ചില് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫുൾ ലെങ്ത് കൊടുക്കുന്നത് 18 ഇഞ്ചാണ് കേട്ടോ. അപ്പൊ നമുക്ക് 18 ഇഞ്ച് നമുക്ക് അതിൽ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിന്നിട്ട് 17 ഇഞ്ചാണ്. അപ്പൊ നമുക്ക് 1 ഇഞ്ചും കൂടി ഇതില് കൂട്ടി കൊടുക്കണം. അപ്പൊ നമ്മൾ ഇതില് 17 ഇഞ്ച് മാർക്ക് ചെയ്യാം. ബാലൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ മെഷർ ചെയ്തപ്പോ 8 ഇഞ്ചാണ് കിട്ടിയത്. 8 ഇഞ്ചിന്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തു. ആം ഹോളിന്റെ റൗണ്ട് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. നമ്മൾ താഴത്തേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ജസ്റ്റ് നമുക്ക് താഴത്തെ വിട്ട് 6 ഇഞ്ച് 7 ഇഞ്ചാണ് വേണ്ടത്. അപ്പൊ നമ്മളിവിടെ 7 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ ഇതിൽക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതില് ഫ്രണ്ട് ആം ഹോള് കുഴിച്ചിട്ട് വരക്കണം. 1/2 ഇഞ്ച് ഇതേപോലെ കുഴിച്ച് വരച്ചിട്ടുണ്ട്. നമ്മൾ 2 സ്ലീവ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് താഴേക്ക് ഒരു പീസും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനതൊരു 3 ഇഞ്ചിലാണ് ആ ക്ലോത്ത് എടുക്കണത് കേട്ടോ.